ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. അപ്പോ കുട്ടികളെ, ഇതാണ് സ്പേസ് സെന്റർ. അപ്പോൾ സ്റ്റുഡൻസ്, ഇതാണ് 21st സെഞ്ച്വറി അഡ്വാൻസ് റോക്കറ്റ് സ്പേസ് 1. ഇതിൽ മോഡേൺ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെസ്, ഇതൊരു സ്പെഷ്യൽ റോക്കറ്റ് ആണ്. ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ആകാശത്തേക്ക് പറക്കും. എന്ത് സ്പെഷ്യൽ റോക്കറ്റ് ആണത്! ഇതില് പറക്കാനാണെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾ ഭൂതങ്ങൾക്ക് പറക്കാനായിട്ട് ബട്ടൺ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ 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 ഇങ്ങനെ. ഹാപ്പി, നിന്റെ ഭൂതമാജിക്കൊന്ന് നിർത്തൂ പ്ലീസ്. മാം മാം മാം, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ റോക്കറ്റിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സന്തു, നിന്റെ ഈ കുരുത്തക്കേടൊന്നും നിർത്താറായില്ലേ? നീ ഇത് ഇനി നിർത്തിയില്ലെങ്കിൽ നിനക്ക് ഈ റോക്കറ്റിനെ കുറിച്ച് എസ് എഴുതേണ്ടി വരും. അതും 2999 വേർഡ്സിന്റെ. മനസ്സിലായോ? അതെ കുട്ടികളെ, നിങ്ങൾ പറയൂ, ഇതിനെ എന്താണ് പറയുന്നത്? സന്തു, നീ പറയൂ. ഇതിനെയോ? അതിനെ പറയുന്നത് അതല്ലേ? അതല്ല, മറ്റേത്. അത് തന്നെ. അത് മാം, ലോഞ്ചിങ് ലിവർ. വെരി ഗുഡ് പിനാക്കി. അപ്പൊ ഇതോ? സേഫ്റ്റി പാനൽ. അത് തന്നെ. പിന്നെ ഇതോ? റഡാർ. അത് ഡയറക്ഷൻ കാണിക്കുന്നു. വെരി ഗുഡ് പിനാക്കി, നിനക്ക് എല്ലാം തന്നെ അറിയാലോ. ഇനി സന്തു, നീ പറ, ഈ ലിവർ എന്തിനുള്ളതാണ്? അത് ലിവർ ഹ്യൂമൻ ബോഡിയിലുള്ളതല്ലേ? എനിക്കറിയില്ലായിരുന്നു റോക്കറ്റിലും കിഡ്നിയും ലിവറൊക്കെ ഉണ്ടാകുമെന്ന്. സന്തു, നീ ഇനി വീട്ടിൽ പോയിട്ട് ഇതേ റോക്കറ്റിനെ കുറിച്ചും പിന്നെ ഹ്യൂമൻ ബോഡിയെ കുറിച്ചും എസ് എഴുതണം. അതും 2099 വേർഡ്സ് ഈച്ച്. മമ്മി ഒന്നും അല്ല, റോക്കറ്റിനെ കുറിച്ചാണ് എസ്. എന്നാ ശരി, ഞാൻ മറ്റേ ബാച്ചിനെ നോക്കിട്ട് വരാം. എപ്പോഴും എനിക്ക് പണിഷ്മെന്റ് കിട്ടുന്നത് ഈ പിനാക്കിയുടെ മോൻ കാരണോ? അത് ശരിയാ. ഈ പഴത്തിന്റെ മണം കാരണം എനിക്ക് വിശന്നു തുടങ്ങിയല്ലോ. അയ്യോ, ഇത് വലിയ പ്രശ്നമാണല്ലോ. പിനാക്കി, നോ ഫിയർ വെൻ ഹാപ്പി ഈസ് ഹിയർ. ആരാണത്? ആരാ തല്ലിയേ? നിനക്കെന്താ പറ്റിയേ? അത് നോക്ക്, ആ പഴത്തോലി സ്വയം പൊങ്ങി പോകുന്നു. നോ ഗ്രാവിറ്റി എഫക്റ്റ് ഭൂമിയിലല്ല, അങ്ങ് സ്പേസിലാണുള്ളത്. മനസ്സിലായോ? മണ്ടൻ. മാം, എവിടെയാണ് താങ്കൾ? ഇതെന്താ സംഭവിക്കുന്നേ? ഇത് റോക്കറ്റ് ആണോ അതോ ഡിസ്നി? നോക്ക്, എന്തോ കുഴപ്പമുണ്ട്. ഇത് റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെ സിഗ്നൽ ആണല്ലോ. ലോഞ്ചിങ് പ്രോസസ് സ്പേസിലേക്ക് പോകാൻ തയ്യാറായിരിക്കും. അയ്യോ, ഇതെന്താ സംഭവിച്ചേ? ആരെങ്കിലും ഒന്ന് താഴെ ഇറക്കും ഞങ്ങള്. മമ്മി, ഞാൻ എന്താണ് ഇങ്ങനെ പറക്കുന്നത്? സന്തു, ഗ്രാവിറ്റി ഇല്ലാത്തോണ്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്തോണ്ടിരിക്കുക. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ റോക്കറ്റിലെ ഓക്സിജൻ ഒക്കെ തീർന്നു പോകും. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്പേസ് സ്യൂട്ട് ധരിക്കണം.
സ്പേസ് സൂട്ട്. ആകെ കുഴപ്പമായല്ലോ. എല്ലാവരും സ്പേസ് സൂട്ട് ധരിക്കൂ, നല്ല സ്റ്റൈലായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും പറന്നു പോകും. ഇനി ഇത് വേഗം തുറക്കാം. യെസ്, കൊള്ളാലോ എല്ലാവരും സ്പേസ് വേഗം ധരിച്ചോളൂ. ഭൂതമായതിന്റെ ഗുണം കണ്ടോ? ഞങ്ങൾ ഭൂതങ്ങളുടെ മേൽ ഗ്രാവിറ്റിയുടെ റൂൾ ആപ്ലിക്കബിൾ അല്ല. പിനാക്കി, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടോ? നല്ല വിശപ്പുണ്ട്. ഹാപ്പി നിക്ക്. അയ്യോ, ഇതെന്താ ചെയ്തത് ഹാപ്പി? ഇത് കൊള്ളാലോ. ഈ വെള്ളത്തിന്റെ കുപ്പി സ്വയം വന്നത് നന്നായി. ഒരു ഗ്ലാസ് കൂടെ വേണമായിരുന്നു. ഹാപ്പി, നീ എന്താണ് ഈ ചെയ്യുന്നത്? പ്ലീസ് ഇവിടെ ഭൂതമാജിക്ക് ചെയ്യല്ലേ. പ്ലീസ് മുകളിലേക്ക് പോ. ശരി ശരി. സ്പേസ് സൂട്ട് അനങ്ങുന്നുണ്ട്. ഇതില് ഭൂതമുണ്ട്. ഭൂതമോ? എവിടെ ഭൂതം? എടാ സന്തു, നിന്റെ തലയിൽ എന്താ കളിമണ്ണാണോ? സ്പേസ് സെന്ററിൽ വന്ന് നിന്നിട്ട് നീ ഭൂതത്തിന്റെ കാര്യമാണോടാ പറയുന്നത്? താഴെ ഇറങ്ങടാ. സാർ മിണ്ടു കണ്ടായിരുന്നു. ആ സ്പേസ് സ്യൂട്ട് തന്നെ അനങ്ങുന്നുണ്ട്. സാറ് പോയി, അതായത് സാറ് പറന്നു പോയി നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കണമല്ലോ. ഓ നോ. സർ, സാറും ഈ സന്ത് പറയുന്നത് വിശ്വസിച്ചോ? പ്ലീസ് സർ, താഴെ സ്പേസ് സെന്ററിൽ മീറ്റിംഗ് മിസ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. വളരെ ശരിയാണത്. താങ്ക് ഗോഡ്. ഹലോ സ്പേസ് സെന്റർ. ഹലോ, ഞാൻ ധീരു സാറാണ് സംസാരിക്കുന്നത്. ഹലോ ധീരു സാർ, നിങ്ങൾ സ്പേസ് ക്രാഫ്റ്റിൽ സേഫ് അല്ലേ? ഇവിടെ കറങ്ങി നടക്കാൻ വേണ്ടിട്ടല്ലല്ലോ മിട്ടിമാൻ വന്നത്, പിന്നെ എന്ത് സേഫ്? വേഗം താഴെ ഇറക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൂ പ്ലീസ്. യെസ് ഷുവർ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഡോറിന്റെ അടുത്ത് ഒരു റെഡ് ബട്ടൺ ഉണ്ട്. യെസ് മാം, ഞാൻ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. ഡോർ ഓപ്പണിംഗ്, ഡോർ ഓപ്പണിംഗ്. അയ്യോ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. ഞാനും വരാം. നിങ്ങൾ എവിടെയാ പോകുന്നത്? നിക്ക് നിക്ക് നിക്ക്. അയ്യോ, രക്ഷിക്കണേ. രക്ഷിക്കൂ. അയ്യോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും എന്റെ ഫ്രണ്ട്സിനെ അകത്തേക്ക് കൊണ്ടുവന്നേ പറ്റൂ. എന്ത് ചെയ്യാനാണെങ്കിലും നീ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും പിനാക്കി. ഞാനാണെങ്കിൽ ഫുൾ പവർലെസ് ആണ്. ഓക്കേ ഹാപ്പി, ഞാൻ ഈ കയറിന്റെ ഒരറ്റം എന്റെ അരിയിൽ കെട്ടാം, മറ്റേ അറ്റം നീ നിന്റെ അരിയിൽ കെട്ടിക്കോ. ഇത്രയും പാനിക് സിറ്റുവേഷനിൽ നിനക്ക് കളിയാണ് ഓർമ്മ വരുന്നത് പിനാക്കി. വെരി ബാഡ്, വെരി ബാഡ്. അയ്യോ, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യ് ഹാപ്പി, വേഗം. ഇനി നീ പോയ ഹാൻഡിലിൽ മുറുകെ പിടിച്ചോണം. ഹായ് ക്യാപ്റ്റൻ. റെഡി? ഞാൻ വലിക്കാൻ പറയുമ്പോ നീ നന്നായിട്ട് വലിച്ചോണം. യെസ് ക്യാപ്റ്റൻ. ആരും ടെൻഷൻ അടിക്കണ്ട, ഞാനിതാ വരുന്നു. എടാ ചിണ്ടു, എന്റെ കാല് വിടരുത്. എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല സന്തു. മിണ്ടാതെ പിടിച്ചോണം. രക്ഷിക്കണേ. ഓ പിനാക്കി, ഇനി നീ ഒന്ന് രക്ഷിച്ചു ഞങ്ങളെ. ദാ വരുന്നു സർ, ആർക്കും ഒന്നും സംഭവിക്കില്ല. വളരെ നന്നായി. വലിച്ചോ. അയ്യോ, എന്റെ എല്ലുകളെല്ലാം വേർവിട്ട് പോയാൽ ഞാൻ അവരെങ്ങനെ പിടിക്കും? കയറ് നോക്കണോ, എന്റെ എല്ല് നോക്കണോ? ഇനി ആഞ്ഞു വലിക്ക്.
രക്ഷപ്പെട്ടു. ഭൂതം! ഞാൻ പറഞ്ഞില്ലേ റോക്കറ്റിന്റെ ഉള്ളിലൊരു ഭൂതമുണ്ടെന്ന്. ആ ഞാൻ വായിച്ചിട്ടുണ്ട് സ്പേസിൽ ഏലിയൻസിന്റെയും ആസ്ട്രോനോട്സിന്റെയും ഭൂതങ്ങൾ ഉണ്ടാവുമെന്ന്. ഇത് ഹ്യൂമൻ സ്കെൽട്ടൺ ആണ് സന്തു. ഇത് പഠനത്തിനായി എല്ലാ സ്പേസ് ക്രാഫ്റ്റിലും ഉണ്ടാകും. ഇത് പ്രഷർ കാരണം പൊട്ടിപ്പോയതായിരിക്കും. പൊട്ടിയതാണെങ്കിൽ ഇതിനടുത്ത് പുറത്ത് കളയാം. അല്ലെങ്കിൽ മിണ്ടു ഭൂതം ഭൂതം എന്ന് പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിക്കും. ആഹാ. ഹാ, ആ. ആഹാ. ഹാപ്പി ആത്തെ ആ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാ. നീ ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചല്ലോ. Spacecraft ready to go back to Earth. Get ready. അയ്യോ ഹാപ്പിക്ക് എന്ത് പറ്റും? ഹാപ്പി പ്ലീസ് കം ബാക്ക്. നിന്റെ ബ്രദർ ഭൂതമാണ്. അവൻ ഒന്നും തന്നെ സംഭവിക്കില്ല. സോ നോ ഫിയർ when happy is here. I mean happy is there.